ഹലോ ഓൾ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ദേ രാവിലെ അമ്പലത്തിലെ പാട്ടും ചെറിയ വെയിലും തണുപ്പൊക്കെ കൊണ്ട് ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇന്നത്തെ എൻ്റെ ദിവസം ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ എഴുന്നേൽക്കുമ്പോൾ എല്ലാവർക്കും നല്ലത് വരണേ, എല്ലാം നന്നായി നടക്കണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസവും പ്രാർത്ഥനയോട് കൂടി തന്നെ അങ്ങനെ തുടങ്ങി. ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് നമ്മൾ കിടക്കുന്ന സ്ഥലത്തൊന്ന് വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റിവിറ്റി കിട്ടുമല്ലോ. അത് കഴിഞ്ഞ് രണ്ടാമത് എൻ്റെ ചെടിക്കുട്ടന്മാർക്കൊക്കെ വെള്ളം കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ എല്ലാവർക്കും ഇച്ചിരി വെള്ളം കൊടുത്ത് അവരെ ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ കാര്യം നോക്കാമല്ലോ. ഇവർക്കൊക്കെ ഞാൻ അവരുടെ പേരിട്ടിട്ടുണ്ട്, അത് ഞാൻ വഴിയേ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വട്ടൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പോസിറ്റീവാക്കി വെച്ചാൽ മാത്രമേ നമുക്ക് ലൈഫിൽ ഒരു ഹാപ്പിനെസ്സും ഒരു എനർജിയൊക്കെ കിട്ടുള്ളൂ. നെഗറ്റീവ്സിനെ കുറിച്ച് ആലോചിക്കാതിരിക്കുക, അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇനി ഞാൻ നേരെ അടുക്കളയിലോട്ട് കയറുകയാണ്. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പാലക് ദാലും ചപ്പാത്തിയും സ്മൂത്തിയാണ്. അപ്പോൾ പാലക് തേ കഴുകി ദാൽ ഉണ്ടാക്കാനായിട്ട് ഈ 2 മസൂർ ദാലും ഈ ദാലുമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിങ്ങനെ കഴുകാൻ വെച്ചു. ശരിക്കും ഞാൻ എൻ്റെ മോളെ മിസ് ചെയ്യുക, അവളുടെ ഫേവറേറ്റ് ഡിഷാണ് ഇതൊക്കെ. അപ്പോൾ ഓരോന്ന് ഉണ്ടാക്കുമ്പോഴും ഞാൻ എൻ്റെ പാറക്കുട്ടനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാലക്കും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഈ ദാലും ഒക്കെ മിക്സ് ചെയ്ത് ഞാൻ കുക്കറിൽ വെച്ചു. ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, കാരണം വിസിൽ വരുമ്പോൾ തൂകി പോകാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. കുക്കർ അടച്ച് അവിടെ വെച്ചിട്ട് ചപ്പാത്തിക്കുള്ള മാവ് കുഴയ്ക്കുകയാണ്. ആകെ കുറച്ച് മാവല്ലേ വേണ്ടു, ഒരാൾക്ക് കുക്ക് ചെയ്യാൻ എത്ര മാവ് വേണമല്ലേ. അപ്പോൾ ചപ്പാത്തി മാവ് കുഴച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ അതേ കുക്കർ എന്നെ വിളിക്കുക, വാ ഞാൻ റെഡിയായി എന്ന് പറഞ്ഞിട്ട്. കണ്ടോ, തൂകി പോകാത്ത കണ്ടോ? അതാ നമ്മൾ എണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ, ഇല്ലെങ്കിൽ ഇപ്പം അവിടെ മുഴുവൻ നാശമായിട്ട് ഞാൻ ക്ലീൻ ചെയ്യേണ്ടി വന്നേനെ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സ്മൂത്തി പരിപാടിയിലേക്ക് കിടക്കുകയാണ്. സ്മൂത്തി മാംഗോയും ബീട്രൂട്ടും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സുമാണ്. കാണുമ്പോൾ അയ്യാൻ തോന്നുന്നുണ്ടോ, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ സ്മൂത്തി. നല്ല കളറ് കണ്ടില്ലേ, നല്ല സുന്ദരനായിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതാണ് സ്മൂത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ ദാലിനുള്ള മസാലാസൊക്കെ റെഡിയാക്കുകയാണ്. ഇതാണ് എൻ്റെ മസാല ബോക്സ്. അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ളി, തക്കാളി, പച്ചമുളകൊക്കെ ചോപ്പ് ചെയ്ത് അതും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഗരം മസാലയൊക്കെ ഇട്ടിട്ട് അത് ദാലിലേക്ക് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ മസാല പാലക് ദാൽ റെഡിയായി കഴിഞ്ഞു. പിന്നെ ചപ്പാത്തി. എൻ്റെ മോൾക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന നമ്മളെ പാക്കറ്റ് ചപ്പാത്തി ഇല്ലേ, അത് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അവൾ എപ്പോഴും പറയും, അമ്മ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കി തരുമ്പോൾ അമ്മ തന്നെ ഉണ്ടാക്കി തരണേന്ന്. പക്ഷെ ഞാൻ മടി കാരണം ചെയ്യാറില്ല. പക്ഷെ അവളുടെ അച്ചാച്ചിയും അവളുടെ അമ്മാമ്മയൊക്കെ പറയുന്ന അതുപോലെ ചെയ്ത് കൊടുക്കും കേട്ടോ. ഇപ്പോൾ ഞാൻ അവളെ മിസ് ചെയ്യുന്നു. അങ്ങനെ ചപ്പാത്തി റെഡിയായി. ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഓഫീസിലേക്ക് പോകാൻ റെഡിയാവാണ്. ഇതാണ് ഇന്നത്തെ എൻ്റെ ഓഫീസ് അറ്റയർ. അപ്പോൾ കുറച്ച് ഷോയൊക്കെ കാണിക്കട്ടെ. ഊബർ ബുക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ഓഫീസിലേക്ക് പോവാണ്. അപ്പോൾ ശരി, കാണാം, ബൈ.